തുടക്കത്തിൽ ഫെഡറൽ ബാങ്ക് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ മാത്രമായിരുന്നു ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അവർ സ്വന്തമായിട്ട് ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇഷ്യൂ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് പ്രധാനമായിട്ടും 3 വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ സിഗ്നറ്റ്, ഇമ്പീരിയോ, അതുപോലെ തന്നെ സെലസ്റ്റ. ഇതുകൂടാതെ ഇപ്പോൾ നിലവിൽ റുപ്പേ വേരിയൻ്റ് കാർഡ്, വേവ് എന്ന് പറഞ്ഞൊരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് ഫ്ലോട്ടർ വേരിയൻ്റ് കാർഡാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ സെയിം ലിമിറ്റ് തന്നെ ആയിരിക്കും ഈ ഒരു കാർഡിലും ഷെയർഡായിട്ട് കിട്ടുന്നത്. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് പ്രധാനമായിട്ടും മർച്ചൻ്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ആണ് ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. റുപ്പേ വേരിയൻ്റ് കാർഡാണ് ഈ ഒരു വേവ് കാർഡ്. അപ്പോൾ ഇങ്ങനെ ഒരു 4 കാർഡ് വേരിയൻറ്റുകളാണ് പ്രധാനമായിട്ടും ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ പല ബ്രാൻഡുകളുമായിട്ട് ചേർന്നുകൊണ്ട് കോ ബ്രാൻഡഡ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് സ്കാപ്പിയ കാർഡുണ്ട്, അതുപോലെ തന്നെ 1 കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ 5 മണിയുടെ കാർഡ് ഉണ്ടായിരുന്നു, അതിപ്പോൾ നിലവിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ 5 മണിയുടെ കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് ഓൾറെഡി ഇപ്പോൾ സ്കാപ്പിയ കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ജൂപ്പിറ്റർ മണിയും ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കോ ബ്രാൻഡഡ് കാർഡുകളും ഫെഡറൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ സർവീസ് ചാർജുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിലുള്ള ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളുടെ സർവീസ് ചാർജ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 2026 മെയ് 20 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജ് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടുള്ള ചാർജ് നോക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്ന് പറയുന്നത് 48 ദിവസമാണ്. അത് നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ അനുസരിച്ചിരിക്കും. നിങ്ങൾ ബില്ല് ജനറേറ്റ് ആകുന്നതിൻ്റെ തലേ ദിവസം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിൽ അതിന് ഈ പറഞ്ഞ 48 ദിവസം കിട്ടില്ല. അപ് ടു ഒരു മാക്സിമം ഒരു 18 ദിവസം വരെ ആയിരിക്കും നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുക. കാരണം നെക്സ്റ്റ് ഡേ ബില്ല് ജനറേറ്റ് ആകും. ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അപ് ടു 18 ദിവസം വരെ ആയിരിക്കും നമുക്കൊരു ഗ്രേസ് പീരീഡ് കിട്ടുക. അത് കഴിയുമ്പോൾ ഡ്യൂ ഡേറ്റ് ആകും. നമുക്ക് ഈ പറയുന്ന 47 ദിവസം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ബില്ല് ജനറേഷൻ ഡേറ്റ് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൻ്റെ 1ാമത്തെ ദിവസം. ആ 1ാമത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനായിരിക്കും ഈ ഒരു അപ് ടു 47 ദിവസം ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുന്നത്. പലർക്കും അതിൽ തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ക്രെഡിറ്റ് കാർഡുകളിൽ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് മിനിമം ഡ്യൂ എമൗണ്ട്. ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ മിനിമം ഡ്യൂ എമൗണ്ട് വരുന്നത് ബിൽ എമൗണ്ടിൻ്റെ 5%, മിനിമം 100 രൂപ പ്ലസ് GST ആണ്. പക്ഷേ മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി നല്ലതുമാണ്, അതുപോലെ തന്നെ ഒരു ട്രാപ്പുമാണ്. നമുക്ക് അത് നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് സിബിൽ എഫക്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനും ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഒഴിവാക്കാനും മിനിമം എമൗണ്ട് ഡ്യൂ അടച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ മിനിമം എമൗണ്ട് ഡ്യൂ അടച്ച് കഴിഞ്ഞാൽ ഈ 2 ഗുണങ്ങളുണ്ട്. ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഒഴിവാക്കി കിട്ടും, അതുപോലെ തന്നെ സിബിലിൽ റിപ്പോർട്ട് ചെയ്യുകയില്ല. പക്ഷേ നമ്മൾ ബാലൻസ് അടക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടിന് നമ്മൾ ഡേ ബേസിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു മിനിമം എമൗണ്ട് ഡ്യൂ എങ്ങനെയാണ് വില്ലനായി മാറുന്നത് എന്നതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ അടിച്ചും തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളിൽ വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് വരെ നമുക്ക് ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ സിഗ്നറ്റ് വേരിയൻ്റ് ആണെങ്കിൽ ടോട്ടൽ ലിമിറ്റിൻ്റെ 10%, ഇമ്പീരിയോ ആണെങ്കിൽ 20%, സിഗ്നറ്റ് ആണെങ്കിൽ 25% വരെ നമുക്ക് ക്യാഷായിട്ട് നമുക്ക് ATM വഴി വിഡ്രോ ചെയ്യാം. പക്ഷേ ഒരിക്കലും വിഡ്രോ ചെയ്യാതിരിക്കുക. നമ്മൾ ATM വഴി ക്യാഷായിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തേത് ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% മിനിമം 500 രൂപ പ്ലസ് GST ഈടാക്കും. അതായത് 100 രൂപ എടുത്താലും 500 രൂപ പ്ലസ് GST ക്യാഷ് വിഡ്രോവൽ ചാർജ് ആയിട്ട് ഈടാക്കും. അത് പിന്നെ നമുക്ക് കുഴപ്പമില്ലെന്ന് വെക്കാം. പക്ഷേ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുന്ന തീയതി വരെ നമ്മൾ പലിശയും കൊടുക്കണം. ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് ആഡ് ഓൺ കാർഡ്. ഇപ്പോൾ നമ്മളൊരു കാർഡ് എടുത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവർക്കും നമ്മളുടെ കാർഡ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ കാർഡ് എടുക്കാം. ആഡ് ഓൺ കാർഡ് നമ്മളുടെ ആ ഒരു പ്രൈമറി കാർഡിൻ്റെ റെപ്ലിക്കയാണ്. നമുക്ക് എക്സ്ട്രാ കാർഡ് ഇടുക. ആ കാർഡ് നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കാം. അവർക്ക് അത് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാം. ബില്ലും ബാക്കി ലിമിറ്റും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പ്രൈമറി കാർഡിൻ്റെ സെയിം ബിൽ ഡേറ്റും അതുപോലെ തന്നെ സെയിം ക്രെഡിറ്റ് കാർഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം എന്നതാണ് ആഡ് ഓൺ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഡ് ഓൺ കാർഡ് ഫെഡറൽ ബാങ്കിൽ നമുക്ക് അപ് ടു 4 കാർഡ് വരെ എടുക്കാം. ഓരോ കാർഡിന് 100 രൂപ പ്ലസ് GST ആണ് ആഡ് ഓൺ കാർഡിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടക്കുന്നത് ബ്രാഞ്ച് വഴി ക്യാഷ് ഉപയോഗിച്ചാണെങ്കിൽ അത് ചാർജ് ആപ്ലിക്കബിൾ ആണ്. 100 രൂപ പ്ലസ് GST ആണ് ക്യാഷ് പേയ്മെൻറ്റ് ചാർജ് ആയിട്ട് ഈടാക്കുക. പിന്നെ ഫെഡറൽ ബാങ്കിൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് വരുന്നു. റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ട് ഓരോ ട്രാൻസാക്ഷനും. ഇങ്ങനെ കിട്ടുന്ന റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ റിവാർഡ് പോയിന്റ് റിഡംഷൻ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഓരോ ട്രാൻസാക്ഷനും 99 രൂപ പ്ലസ് GST ആണ് റിവാർഡ് പോയിന്റ് റിഡംഷൻ ഫീസ് ആയിട്ട് ഈടാക്കുന്നത്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു ചാർജ് റെന്റ് പേയ്മെൻറ്റ് ഫീസ് ആണ്. നമ്മളുടെ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിപ്പോൾ നമ്മൾ ആക്ച്വൽ റെന്റ് പേയ്മെൻറ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് റെന്റ് പേയ്മെൻറ്റ്
ഉപയോഗിക്കുന്നതായിക്കോട്ടെ ചാർജബിൾ ആണ്. നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന റെന്റ് പേയ്മെന്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 1% പ്ലസ് GST റെന്റ് പേയ്മെന്റ് ചാർജ് ഫെഡറൽ ബാങ്കിൽ ആപ്ലിക്കബിൾ ആണ്. പിന്നെ വാലറ്റ് ലോഡിംഗ് ചാർജ് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യുമ്പോൾ ലോഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ 1% പ്ലസ് GST വാലറ്റ് ലോഡിംഗ് ചാർജ് ആപ്ലിക്കബിൾ ആണ്. മറ്റൊരു ചാർജ് പറയുന്നത് EMI ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ EMI ഒക്കെ ഇടുമ്പോൾ ലോൺ പ്രോസസ്സിംഗ് ഫീസ് വരുന്നുണ്ട്. എമൗണ്ടിന്റെ 1% മിനിമം 99 രൂപ പ്ലസ് GST ലോൺ പ്രോസസ്സിംഗ് ഫീസ് ആയിട്ട് ഈടാക്കും. EMI-യുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചാർജാണ് ഫോർക്ലോഷർ ചാർജ്. നമ്മളൊരു EMI ഒക്കെ ഇട്ടു, പക്ഷേ കാലാവധി എത്തുന്ന മുമ്പ് നമ്മൾ മുൻകൂട്ടി ക്ലോസ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഫോർക്ലോഷർ ചാർജ് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ബാക്കി അടക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ ആ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 3% പ്ലസ് GST ആണ് ഫോർക്ലോഷർ ചാർജ് ആയിട്ട് ഈടാക്കുക. പിന്നെ പ്രധാനമായിട്ടും കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു ചാർജാണ് കാർഡിന്റെ റീഇഷ്യൂവൻസ് ഫീസ്. നമ്മുടെ കാർഡ് ഡാമേജ് ആയില്ലെങ്കിൽ കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ റീഇഷ്യൂവൻസ് ഫീസ് ആപ്ലിക്കബിൾ ആണ്. 200 രൂപ പ്ലസ് GST ആണ് ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ റീഇഷ്യൂവൻസ് ഫീസ് വരുന്നത്. ഇനി ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രധാനപ്പെട്ട സർവീസ് ചാർജുകളും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡുകളുടെ ഈ മെയ് 20 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചാർജുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നിലവിലെ സിഗ്നറ്റ് അതുപോലെ തന്നെ ഇമ്പീരിയോ സെലസ്റ്റ വേരിയൻ്റ് ഒക്കെ സൗജന്യമാണ്. പക്ഷേ 2023 ഏപ്രിൽ 3 മുമ്പ് എടുത്തവരാണെങ്കിൽ അതിന് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ആപ്ലിക്കബിൾ ആണ്. ജോയിനിങ് ഫീസ് സിഗ്നറ്റ് വേരിയൻ്റ് ആണെങ്കിൽ 750 രൂപയും ഇമ്പീരിയോ ആണെങ്കിൽ 1500 രൂപയും സെലസ്റ്റ ആണെങ്കിൽ 3000 രൂപ പ്ലസ് GSTയുമാണ് ചാർജ് ഈടാക്കുക. റിന്യൂവൽ ഫീസും ഈ ഒരു സെയിം എമൗണ്ട് തന്നെയാണ്. അത് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. സിഗ്നറ്റ് വേരിയൻ്റ് കാർഡ് ആണെങ്കിൽ പ്രീവിയസ് ഇയറിൽ 75,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. ഇമ്പീരിയോ ആണെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ സെലസ്റ്റ ആണെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് പ്രീവിയസ് ഇയറിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2023 ഏപ്രിൽ 3 മുമ്പ് കാർഡ് എടുത്തവരാണെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഒഴിവാക്കി കിട്ടും. ഈ ഒരു 2023 ഏപ്രിൽ 3 ശേഷം എടുത്തവരാണെങ്കിൽ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിരിക്കും. അവർക്ക് ഈ ഒരു ആനുവൽ ഫീസ് ആപ്ലിക്കബിൾ അല്ല. പിന്നെ വേവ് കാർഡ് അത് ഫ്ലോട്ടർ കാർഡാണ്, ഷെയർ ലിമിറ്റ് ഒക്കെ ആയിരിക്കും. സോ അതിന് ഈ ഒരു ചാർജ് വരുന്നില്ല. പിന്നെ ഈ ഒരു ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് നമുക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഓപ്പറേറ്റിംഗ് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ് 45% മന്ത്ലി ഇൻട്രസ്റ്റ് വരുമ്പോൾ അത് 3.75% ആണ്. ഇനി ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മളുടെ ആവറേജ് മന്ത്ലി ബാലൻസ് ലാസ്റ്റ് ക്വാർട്ടറിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ പലിശ വരുന്നത്. ആവറേജ് മന്ത്ലി ബാലൻസ് ലാസ്റ്റ് ക്വാർട്ടറിൽ 50,000 രൂപയിൽ താഴെയാണെങ്കിൽ 45% ഇല്ലെങ്കിൽ മന്ത്ലി 3.75% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ 50,000 രൂപയ്ക്ക് മുകളിൽ 3 ലക്ഷം രൂപ വരെ ഒരു ആവറേജ് മന്ത്ലി ബാലൻസ് ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 32.28% ആണ് ആനുവൽ ഇൻട്രസ്റ്റ്. മന്ത്ലി വരുമ്പോൾ അത് 2.69% ആണ്. ഇനിയിപ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 10 ലക്ഷം രൂപ വരെ കീപ്പ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ 20.28% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. മന്ത്ലി വരുമ്പോൾ ഇത് 1.69% ആണ്. ഇനിയിപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കീപ്പ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ് 8.28% ആണ്. മന്ത്ലി വരുമ്പോൾ ഇത് 0.69% ആണ്. പിന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത് ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടേത് 250 രൂപ വരെയാണെങ്കിൽ ചാർജ് ഇല്ല. 250 രൂപയ്ക്ക് മുകളിൽ 1000 രൂപ വരെയാണ് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യാനുള്ളതെങ്കിൽ 250 രൂപയും, 1000 രൂപയ്ക്ക് മുകളിൽ 5000 രൂപ വരെ 500 രൂപയും, 5000 രൂപയ്ക്ക് മുകളിൽ 25,000 രൂപ വരെ 1000 രൂപയും, 25,000 രൂപയ്ക്ക് മുകളിലാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ 1250 രൂപയും ചാർജ് ഈടാക്കും. ഇനി ചെക്ക് റിട്ടേൺ അല്ലെങ്കിൽ ഡിസോണർ അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് റിവേഴ്സൽ ഫീസ് വരുന്നത് പേയ്മെൻറ്റ് എമൗണ്ടിൻ്റെ 2% മിനിമം 450 രൂപ ഈടാക്കും. പിന്നെ ഇവരുടെ സർവീസ് ചാർജിൻ്റെ എല്ലാം കൂടുതൽ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ചാർജിനും കൂടുതൽ GST ആപ്ലിക്കബിൾ ആണ്. 18% ഈ ഒരു ചാർജിൻ്റെ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് GST കൂടി വരുന്നത്. പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് മെയ് 20 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചാർജ് ഈ കാണുന്നതാണ്. പ്രധാനമായിട്ടും അവരുടെ ഫ്ലാഷ് കീ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് കീ ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ചാർജ് ജോയിനിങ് ഫീസ് 499 രൂപയാണ്. ആനുവൽ മെയിൻ്റനൻസ് ചാർജ് 199 രൂപയാണ്. ആഡ് ഓൺ കാർഡ് 499 രൂപയാണ്. പിന്നെ വിസ ഫെഡ് ഫസ്റ്റ് കാർഡിൻ്റെ റിന്യൂവൽ ചാർജ് 250 രൂപയാണ്. അത് വേവ് ചെയ്യാനായിട്ട് ലാസ്റ്റ് 12 മന്തിൽ 35,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. എസ്റ്റിംഗ് കാർഡ് ജോയിനിങ് ഫീസിൽ ആനുവൽ ഫീസിൽ ആഡ് ഓൺ കാർഡിന് 300 രൂപ ചാർജ് കൊടുക്കണം. വിസ ഗോൾഡ് അതുപോലെ തന്നെ വിസ ഫാസ്റ്റ് ബി സിൽവർ കാർഡാണെങ്കിൽ ആനുവൽ ചാർജ് 350 രൂപയാണ്. ആഡ് ഓൺ കാർഡിന് 350 രൂപയാണ്. വിസ MV ഗോൾഡ് കാർഡിന് 350 രൂപയാണ്. റുപ്പേ ക്ലാസിക് കാർഡ് 375 രൂപയാണ് ആനുവൽ ചാർജ്. മാസ്റ്റർ കാർഡ് ക്ലാസിക് 350 രൂപ. പിന്നെ സ്റ്റെല്ലാർ വേരിയൻ്റ്, വിസ പ്ലാറ്റിനം സിഗ്നറ്റ് കാർഡ്, പിന്നെ മാസ്റ്റർ കാർഡ് ക്രൗൺ കാർഡ്, പിന്നെ വിസ ക്ലാസിക് ക്രൗൺ കാർഡിൻ്റെയൊക്കെ ആനുവൽ ചാർജും വരുന്നത് 350 രൂപ പ്ലസ് GST ആണ്. പിന്നെ NRE പ്രോസ്പെര 499 രൂപയും, വിസ ഫാസ്റ്റ് ബിസ് പ്ലാറ്റിനം 500 രൂപയും, റുപ്പേ പ്ലാറ്റിനം കാർഡിന് 750 രൂപയുമാണ് ആനുവൽ ചാർജ് വരുന്നത്. ഈ കാർഡുകളുടെയൊക്കെ ആനുവൽ ചാർജ് വേവ് ചെയ്യാനായിട്ട് ലാസ്റ്റ് 12 മന്തിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. പിന്നെ NRE EVE പ്ലസ് കാർഡിൻ്റെ ചാർജ് ആനുവൽ ചാർജ് 600 രൂപ പ്ലസ് GST ആണ്. അത് വേവ് ചെയ്യാനായിട്ട് ലാസ്റ്റ് 12 മന്തിൽ 70,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. പിന്നെ വിസ
സിഗ്നേച്ചർ ഇമ്പീരിയോ കാർഡിൻ്റെ ചാർജ് 1000 രൂപയാണ്. വിസ ഇമ്പീരിയോ ബിസിനസ് കാർഡ് 750 രൂപയും. പിന്നെ ഇമ്പീരിയോ വേരിയൻ്റ് ആണെങ്കിൽ 1000 രൂപയാണ് അതിൻ്റെ ആനുവൽ ചാർജ് വരുന്നത്. അപ്പോൾ ഇമ്പീരിയോ കാർഡിൻ്റെ ചാർജ് വേവ് ചെയ്യാനായിട്ട് ലാസ്റ്റ് 12 മന്തിൽ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ സെലസ്റ്റ വേരിയൻ്റ് ആണെങ്കിൽ അതിൻ്റെ ചാർജ് 1500 രൂപയാണ് ആനുവൽ ചാർജ് വരുന്നത്. ആ ഒരു ചാർജ് വേവ് ചെയ്ത് കിട്ടാനായിട്ട് ലാസ്റ്റ് 12 മന്തിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി